ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പോൾ സാറ്റർഡേ ഇന്നലത്തെ ലഞ്ചാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ മറ്റ് കൊച്ചു കൊച്ചു വിശേഷങ്ങളും. അപ്പോൾ ഞങ്ങൾക്കിന്ന് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും മുട്ടയും എല്ലാം കൂടി ഇട്ടിട്ട് റെഡിയാക്കിയെടുത്ത ഒരു ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കറിയായിട്ട് വെച്ചിരുന്നത് എനിക്ക് രാവിലെ പത്തിരിയും ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചിക്കൻ കറി വെച്ചായിരുന്നു. അപ്പോൾ രാവിലത്തെ പത്തിരിക്കും ഉച്ചയ്ക്കത്തെ ഫ്രൈഡ് റൈസിനും കൂടെ ചേർത്തിട്ട് ഞാൻ ചിക്കൻ കറി വെച്ചത്. അപ്പോൾ എനിക്ക് ചില്ലി ചിക്കനെയൊക്കെക്കായാലും ഞങ്ങൾക്കിഷ്ടം കുറച്ച് ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള സൈഡ് ഡിഷാണ് ഫ്രൈഡ് റൈസിനൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും. പിന്നീട് ഞാൻ വിചാരിച്ചു, കേർഡ് എടുക്കുന്നില്ല, അതുപോലെ തന്നെ കേർഡ് വെച്ചിട്ടുള്ള സവോള ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ജലദോഷത്തിന് നല്ലതല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ സവോള എടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞു. അതിന് ശേഷം കുറച്ച് ഉപ്പും വിനേഗറും പച്ചമുളകും ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് അതങ്ങ് റെഡിയാക്കി കൈകൊണ്ട് നന്നായിട്ട് ശരിയാക്കുകയാണ്. കാര്യം വെച്ചാൽ അതിലത്തെ ആ സവോളയിലെ ആ നീരൊക്കെ ഇറങ്ങുമ്പോഴത്തേനാണ് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് റെഡിയാക്കുകയാണ്. പിന്നെ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പപ്പടം പൊരിക്കാൻ പോവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബസ്മതി റൈസ് ഐറ്റംസിന്, ഇതുപോലെയുള്ള ബിരിയാണി, നെയ്ച്ചോറ് ഇതുപോലെയുള്ള ഐറ്റംസിനൊക്കെ നാരങ്ങ അച്ചാറാണ്. പക്ഷേ നമ്മുടെ നാരങ്ങ അച്ചാർ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിലുള്ള മാങ്ങ അച്ചാർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പപ്പടവും പൊരിക്കുകയാണ്, ഓരോന്നായിട്ട് പൊരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ച് പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും നമ്മുടെ സെറ്റും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നല്ല, ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ആ കൂടുതൽ ടേസ്റ്റിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റ് ഇങ്ങനെ മാറി വരും. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാം അറിയാം. പക്ഷേ ടേസ്റ്റ് ബഡ്സിന് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ബോട്ടിൽ ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പം. അപ്പം അത് ഉപയോഗിക്കാത്തവർ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ സെർവ് ചെയ്യുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാം വിളമ്പി കയ്യിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TV ഒക്കെ കണ്ട് ചുമ്മാ എൻജോയ് ചെയ്ത് ആസ്വദിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തു. അതിലേക്ക് കുറച്ച് ചിക്കൻ കറി, പിന്നെ സവോള അരിഞ്ഞത് വിനേഗറിലിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ നല്ല ക്രഞ്ചി ആയിരുന്നു. വീട്ടിൽ നിന്ന് അമ്മച്ചി ഇട്ട് തന്നപ്പോൾ നല്ല കിരികിര ക്രഞ്ചി ആയിരുന്നു. പിന്നെ അതിപ്പോൾ അലുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ്ലി നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും അമ്മച്ചിയുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ എന്താണേലും കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് ഇക്കാക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇക്ക ഇത് കഴിക്കട്ടെ. അതിനുശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഞാൻ കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഗ്രേവിയും കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത് സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ സെല്ല ബസ്മതി റൈസ് ഇതിൻ്റെ ഈ ഒരു റൈസിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ ഉണ്ട്. ഭയങ്കര രുചിയാണ് ഈ ഒരു സെല്ല ബസ്മതി റൈസ്. ഇത് ഞാൻ മന്തി ഉണ്ടാക്കാനും എനിക്ക് ഇടയ്ക്ക് ബസ്മതി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും ബിരിയാണി ജീരകശാലയാണ്, പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത്
അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പം രാവിലെ പത്തിരിയും ചിക്കൻ കറിയും വളരെ ലേറ്റായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3:30 എങ്കിലും ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചെറിയ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഓണം പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വ്ളോഗ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു മിനി ഓണം പർച്ചേസ് വ്ളോഗ്. അപ്പോൾ നമ്മളിതാ ചോറ് കഴിച്ചു. അതിനുശേഷം എൻ്റെ 1K സെലിബ്രേഷൻ്റെ എൻ്റെ കേക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. മാംഗോ ഫ്ലേവർ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ്, ഓവർ മധുരമൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ മധുരമൊക്കെ ആയിട്ട് നമ്മൾ മടുപ്പിക്കാത്ത ഒരു മധുരം ഉണ്ടല്ലോ അതിനുശേഷം സാറാമ്മോള് പറഞ്ഞു അവൾക്ക് ഫ്രൈഡ് റൈസ് വേണ്ട, അവൾക്ക് പത്തിരിയും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞു. പത്തിരി നൈസ് പത്തിരി ഉണ്ടെങ്കിൽ 3 നേരം സാറായ്ക്ക് അത് മതി. കാരണം സാറായ്ക്ക് ഭയങ്കര ഫേവറേറ്റാണ് പത്തിരി എന്ന് പറയുന്നത്. അതാണ് പത്തിരി ഉണ്ടെങ്കിൽ അവൾക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴത്തേനും കുറച്ച് പത്തിരി എടുത്ത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാറായ്ക്കും സൈറായ്ക്കും വേണ്ടിയിട്ട് 2 മക്കൾക്കും വേണ്ടിയിട്ട് വിളമ്പിയതാണ്. അതിന് ശേഷം ഇതാ നമ്മൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളുടെ ടീ ആൻഡ് സ്നാക്ക് ടൈമായി. അപ്പം എനിക്കും ഇക്കാക്കും കൂടി കടിഞ്ചായ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഇക്ക പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും വളരെ കുറച്ച് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇറച്ചിപ്പത്തൽ കൊണ്ടുവന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റ് അവിടുത്തെ സ്നാക്ക് കോർണറിൽ നിന്നാണ്. അപ്പോൾ അടിപൊളി വലിയ വലിയ പീസുകളായിട്ടുള്ള ബീഫും അതുപോലെ തന്നെ ആ പത്തലെന്ന് പറയുന്നത് ഓവർ മസാല കുത്തലൊന്നും ഇല്ലാതെ വളരെ മൈൽഡ് ഫ്ലേവറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തലായിരുന്നു. അപ്പോൾ നമ്മൾ ചായയും കൂട്ടി ഇന്ന് ചായയും കൂട്ടി ഇതാണ് കഴിച്ചത്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എനിക്കിന്ന് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട്. ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോവാണ്. അവൾ നാട്ടിലാണ്. അവൾ 3 വീക്സ് ആയി അവൾ പോയിട്ട്. അവൾ ഇൻഷാല്ലാ ഈ ആഴ്ച വരും. അപ്പോൾ ഞാൻ ഒരു 3-4 ഡേയ്സ് കൂടുമ്പോൾ അവളുടെ റൂമിലേക്ക് പോയിട്ട് അവളുടെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നോക്കാറുണ്ട്. അവളുടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, വീടിൻ്റെ അകത്ത് ആളില്ലെങ്കിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഈ ചെടികൾക്ക് ചെറിയ ഒരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ വെച്ചിരിക്കുന്നതെല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ഇൻഡോറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രോപ്പർ എയറേഷൻ കിട്ടുന്നില്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ക്ലോറോഫിൽ പിഗ്മെൻറ്റേഷൻ്റെ കുറവൊക്കെ കാരണം ഫെയ്ഡ് ആവുന്നുണ്ട്, ലീവ്സൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ട്. അപ്പം അറിയാമല്ലോ, നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇൻഡോറിൽ വെച്ചാലും ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോറിൽ വെച്ചാലും അതിൻ്റേതായ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണേലും ഒന്നും നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ടില്ല. ചില ചെടികൾക്ക്, അതായത് നല്ല സൺലൈറ്റ് കിട്ടേണ്ട ചില ചെടികൾക്ക് ചെറിയ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെടികൾക്ക് ഓരോന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ എന്തായാലും ഒരു 3-4 ഡേയ്സിനുള്ളിൽ അവൾ എത്തും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേയും വെള്ളം കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരു ചെറിയ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് കറി ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ ഓണം പർച്ചേസും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള തമിഴ്നാട് റെസ്റ്റോറൻറ്റ് ഡിന്നറുമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടല്ലോ, ഇതും ഒരു ചെറിയ നമ്മുടെ ലഞ്ച് വിശേഷവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ വിശേഷങ്ങളും. അപ്പം വെള്ളമൊഴിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീടൊക്കെ പൂട്ടിയതിന് ശേഷം നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പുറത്തു പോകണ്ട. ഇനിയാണ് ഞങ്ങൾ പുറത്തു പോകുന്നതും ഞങ്ങളുടെ ഒരു ചെറിയ വീക്കെൻഡ് ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.